പണ്ട് സാങ്ങുവും ഹീജോനെയും കൂട്ടിക്കൊണ്ട് ഓർഫനേജിലൊക്കെ പോയ സമയത്ത് ഒരു കുട്ടി ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഹീജോ ആ കുട്ടിക്ക് താരാട്ടുപാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ സിസ്റ്ററും കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സിസ്റ്റർ ആയിരുന്നു ഇതുപോലെ ഹീജോനെ സംസാരിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യം എല്ലാം തന്നെ സാങ്ങുവിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നതും. സോ സാങ്ങുവും ഇത്രയും കാലം അത് അറിഞ്ഞിട്ടായിരുന്നു അവളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഹീജും സയോണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ പറയുവാനായിട്ട് അവളും തുടങ്ങുന്നു. പക്ഷേ ഇനി നീ അത് പറയേണ്ട കാര്യമില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അവൻ നിന്നെ ഒളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനും എന്താണ് കാര്യമെന്നൊക്കെ അന്വേഷിക്കുവാനായിട്ട് ശ്രമിച്ചതും. പക്ഷേ അവൻ ശരിക്കും നിന്നെ ഒളിപ്പിക്കുക ആയിരുന്നില്ല, മറിച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു. ആ സത്യം ഞാനും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീയായിട്ട് പറയേണ്ടെന്നായിരുന്നു അവനും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ബ്രിട്ടീഷ് അംബാസിഡറുടെ അടുത്ത് എനിക്ക് പല രീതിക്കുള്ള അറ്റാക്സും വരാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഞാൻ വൈഫിനെ പുറത്ത് ആരുടെയും അടുത്ത് കാണിക്കാതിരിക്കുന്നത് എനിക്ക് വരുന്നത് പോലത്തെ അറ്റാക്സ് ഒന്നും തന്നെ അവൾക്ക് വരാതിരിക്കുവാനായിട്ടാണെന്നും അവൻ പറഞ്ഞതിനെ കുറിച്ചൊക്കെ അവളും ഇപ്പോൾ ഓർക്കുന്നു. അവൻ ടൈയൊക്കെ കിട്ടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു ഹേജു റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടൈ കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതെങ്ങനെയാണെന്നൊന്നും അറിയിക്കയില്ലായിരുന്നു. സോ സയോണാണ് ടൈ എങ്ങനെ കെട്ടണമെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവളും അതുപോലെ തന്നെ ചെയ്യുന്നു. നേരത്തെ ഓഫീസിലേക്ക് ഹീജു മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓഫീസിലെ ചിലർ ചേർന്നിട്ട് അവൾക്കൊരു പ്രോഗ്രാം ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ദിവസമാണ് അന്ന്. സോ സയോണും ഹീജു ഒരേ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കാങ്ങും സയോണെ കോൾ ചെയ്യുന്നത്. സയോണെ കാണുവാനായിട്ട് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കാങ്ങും നേരെ സയോൺ ഉണ്ടായിരുന്ന ഡോറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സയോണും ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. സയോണും എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞയച്ചാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചിട്ട് അവൻ അവരെ പറഞ്ഞയക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ പ്രോഗ്രാമൊക്കെ മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചൊരു റിഹേഴ്സലൊക്കെ ചെയ്താലോ എന്ന് കാങ്ങും സയോണിന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ റിഹേഴ്സലൊക്കെ ചെയ്യണമെങ്കിൽ റൂമിനകത്തേക്ക് കയറണം. അകത്താകട്ടെ ഹേജുവും നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ചെയ്യുവാനായിട്ട് റിഹേഴ്സലിന്റെ വല്ലതും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സയോണും കാങ്ങിനെ ഹാപ്പി ആക്കുമ്പോഴത്തേക്കും നമുക്ക് അല്ലെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിങ്ക് ഉണ്ടല്ലോ. മാത്രമല്ല കുറെ കാലമായിട്ട് നമ്മൾ ഒന്നിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു റിഹേഴ്സലിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാങ്ങും ടീമിലെ സയോൺ ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെ ആയിരിക്കുമെന്നൊക്കെ വിശ്വസിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ കാങ് ഇരിക്കുമ്പോഴത്തേക്കുമാണ് പാർക്കിനോട് ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് സയോണും പാർക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. സോ കാങ്ങിന്റെ ആ ഒരു സന്തോഷം എല്ലാം തന്നെ കുറച്ച് നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻവയോൺമെന്റൽ ഡേയുടെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു നടക്കുവാനായിട്ട് പോകുന്നത്. സയോണും ഹീജുവും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. സോ പ്രോഗ്രാമിന് മുമ്പായിട്ട് അവർ രണ്ടുപേരും സൈൻ ലാംഗ്വേജിലൊക്കെ സംസാരിക്കുകയാണ്. രണ്ടുപേരും കോൺഫിഡന്റ് ആണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുവും ഇത്രയും കാലമായിട്ട് കാത്തിരുന്നൊരു നിമിഷമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ താൻ വളരെയധികം കോൺഫിഡന്റ് ആണ് എന്നും സയോണയും അറിയിക്കുന്നു. സയോണും വേദിയിലൊക്കെ കയറി പ്രസംഗിക്കുമ്പോഴത്തേക്കും സയോൺ പറയുന്ന പ്രസംഗത്തിന്റെ സൈൻ ലാംഗ്വേജിലൊക്കെയുള്ള വേർഷൻ ആയിരുന്നു ഹീജുവും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഹീജുവിന്റെ സെന്ററിലുള്ള എല്ലാവരും തന്നെ കാണുകയും അവളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഹീജുവിന്റെ അച്ഛനും അതെല്ലാം തന്നെ കണ്ടിട്ട് അതിന്റെ മകളും മരുമകനും ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തും ഒരുപാട് അഭിമാനമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പ്രസംഗമൊക്കെ നല്ല രീതിക്ക് തന്നെ അവസാനിക്കുകയാണ്. പ്രോഗ്രാമിനൊക്കെ അവസാനം സയോണും ജാങ്ങിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ജാങ്ങും സയോൺ നൽകിയിട്ടുണ്ടായിരുന്ന വീഡിയോ എല്ലാം തന്നെ കണ്ടു നോക്കിയിട്ട് അതിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയില്ല എന്നൊക്കെ അറിയിക്കുന്നു. എങ്കിൽ പോലും യോറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻഫോർമേഷൻ സയോണയും അറിയിക്കുകയാണ്. അതായത് ട്വിൻസിൽ നിന്നും ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. സോ ട്വിൻസിലെ മറ്റേ കുട്ടീനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ ഒരു കേസിൽ എല്ലാം തന്നെ അനാഥ കുട്ടികൾ ആയതുകൊണ്ടാണ് കേസും വലിയ രീതിക്കൊന്നും തന്നെ നിലനിൽക്കാതെ പോയത്. പക്ഷേ ആ ഒരു ട്വിന്നിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം എന്താണ് നടന്നതെന്ന് ആ കുട്ടിക്ക് എന്തായാലും പറയുവാനായിട്ട് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജാങ്ങുമുള്ളത്. ചെയർമാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡെഡ് ബോഡീസ് എല്ലാം തന്നെ ഒരു മൗണ്ടനിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്നായിരുന്നു വളർത്തച്ഛനും സയോൺ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സോ സയോൺ ഇപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാർക്കും ഹീച്ചുന് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് സയോൺ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഹീച്ചുവിനെ വണ്ടിയിൽ കയറ്റുന്നു. സയോണും വളർത്തച്ഛൻ പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തി നോക്കുമ്പോഴത്തേക്കും അവിടെ ഡെഡ് ബോഡീസ് ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് അവനും ശ്രദ്ധിക്കുകയാണ്. ട്വിൻസിലെ മൂത്തയാളായിരുന്നു മിസ്സിംഗ് ആയി പോയിട്ടുണ്ടായിരുന്നത്. ഇളയാളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാങ്ങിന് കിട്ടിയിരിക്കുകയാണ്. ജാങ്ങും സയോണ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നേരിട്ട് അയക്കുന്നു. അവനും അത് കണ്ടു കഴിയുമ്പോൾ ആകെ ഷോക്ക്ഡായി പോകുകയാണ്. ഇനി പാർക്കിനെ കാണിക്കുമ്പോഴത്തേക്കും സയോൺ പാർക്കിനെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾസ് എല്ലാം തന്നെ കട്ട് ചെയ്തൊക്കെ വിടുന്നു. മാത്രമല്ല ഹീജുനെ കാണിക്കുമ്പോഴത്തേക്കും നേരത്തെ
പാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ ഉറക്ക ഗുളികയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോധമില്ലാതെയൊക്കെ കിടന്നുറങ്ങുകയാണ് അവളും. പാർക്കും ആൾക്കാർ ആരും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു വണ്ടി പോലും നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ജാൻ കൊടുത്ത ഡീറ്റെയിൽസിലെ പേര് പാർക്കിന്റെ പേര് തന്നെ ആയിരുന്നു. സോ ട്വിൻസിലെ ഇളയാള് പാർക്കാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സയോണും അവനെ തെരുതെരെ കോൾ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് സീൻസ് ഒക്കെ കാണിക്കുകയാണ്. ഹീജുവും എണീക്കുവാനായിട്ട് മടിയായിട്ട് കട്ടിലിൽ തന്നെ കിടക്കുമ്പോഴത്തേക്കും സയോണും വർക്കിന് പോകുവാനായിട്ട് എണീക്കെന്ന് പറഞ്ഞിട്ട് അവളെയും എണീപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ പിന്നീടായിരുന്നു അന്നൊരു സാറ്റർഡേ ആണെന്ന് വർക്കില്ല എന്നുള്ള കാര്യമെല്ലാം തന്നെ അവളും ഓർക്കുന്നത്. പിന്നീട് രാവിലെ പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ പേരിലും ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതിന്റെ പേരിലും സയോണും ഹീജുവും കൂടി തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇതുപോലത്തെ പല പല സീൻസ് കാണിക്കുന്ന കൂട്ടത്തില് ഷീജു പറഞ്ഞ കാര്യങ്ങൾ കൂടി കാണിക്കുന്നു. ഞാനും ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വപ്നത്തിൽ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ സാധാരണ കപ്പിൾസൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് വളരെയധികം ഹാപ്പി ആയിട്ടായിരുന്നു അതിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ജീവിക്കുവാനായിട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്? പരസ്പരം സ്നേഹിച്ച് ഒരുപാട് കാലം ഒന്നിച്ചുണ്ടാവുക എന്നതായിരുന്നു എൻ്റെ ആ ഒരു സ്വപ്നമെന്നൊക്കെ ഹീജു പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവളും പാർക്കിൻ്റെ വണ്ടിയിലൊക്കെ കിടന്നുറങ്ങുകയാണ്. പാർക്കായിരുന്നു മരണപ്പെട്ട കുട്ടികളിലെ ട്വിൻ ബ്രദർ എന്ന് മനസ്സിലാക്കിയ സയോണും അവനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പാർക്കും കോൾസ് എല്ലാം തന്നെ കട്ട് ചെയ്യുന്നു. ഇനി റിയൽ സയോണും ബോസ് ഹീജുവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്കൊക്കെ എത്തുകയാണ്. റിയൽ സയോണും തന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോസ് ആരാണെന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പാർക്കാണ് അതേന്ന കാര്യമൊക്കെ അവനും അവിടെ വെച്ച് മനസ്സിലാക്കുന്നത്. ആദ്യം മുതലേ റിയൽ സയോണെ കോണ്ടാക്ട് ചെയ്തിരുന്നത് പാർക്ക് തന്നെയായിരുന്നു. പാർക്ക് പറഞ്ഞിട്ടാണ് അവനും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും. പക്ഷെ ഹീജുവിനെ അവിടെ ഒന്നും കാണാതെ ആക്കുമ്പോഴത്തേക്കും എവിടെയാണ് ഹീജു ഉള്ളത്, നീ എന്തിനാണ് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതെന്നൊക്കെ റിയൽ സയോണ് പാർക്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ പാർക്കും നീ ആയിരുന്നു എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനിട്ടും അടിക്കുന്നു. സയോണ്ട് വളർത്തച്ഛൻ്റെ അടുത്ത് നിന്നും കാങ്ങിനും ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കാങ്ങും എന്താണ് കാര്യമെന്ന് പാർക്കിനെ അറിയിക്കുന്നില്ലെങ്കിൽ പോലും അവനും ഒരു നോട്ട് പാഡിലൊക്കെ എഴുതിയിട്ടായിരുന്നു കോൾ ചെയ്ത ആളുടെ അഡ്രസ്സൊക്കെ സവൺ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ സെയിം നോട്ട് പാഡിൻ്റെ അടുത്ത പേജൊക്കെ കീറിയിട്ട് പാർക്കും പെൻസിൽ വെച്ച് വരച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും ജുവാൻ ഫിഷിംഗ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് അവനും കാണുകയാണ്. അങ്ങനെ സയോന്റെ വളർത്തച്ഛൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന പാർക്കും ആ ഒരു വളർത്തച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ വളർത്തച്ഛനും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള സയോണും കൂടി സംസാരിച്ച് നിൽക്കുന്നതായിരുന്നു അവനും കണ്ടത്. റിയൽ സയോന്റെ ഫേസ് ഒക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്ന വളർത്തച്ഛനും നീ എന്തിനാണ് ഇപ്പോൾ സയോൺ ഉപദ്രവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്, നിന്റെ അച്ഛനും മുത്തച്ഛനും കൂടി ചേർന്നിട്ടല്ലേ നിന്നെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചത്, അങ്ങനെ ഇരിക്കെ അവരുടെ അടുത്തല്ലേ നീ ശരിക്കും റിവെഞ്ച് ഒക്കെ ചെയ്യേണ്ടതെന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ജീവിക്കേണ്ട ജീവിതമൊക്കെയാണ് സയോൺ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എങ്ങനെയും ഞാൻ അവനെ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നൊക്കെ റിയൽ സയോൺ പറയുമ്പോഴത്തേക്കും നിന്റെ മുത്തശ്ശൻ നിന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച സമയത്ത് ഞാനും നിന്നെ രക്ഷിക്കാതിരുന്നാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ സയോണെങ്കിലും രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് വളർത്തച്ഛനും പറയുന്നു. പക്ഷെ അത് കേട്ടിട്ട് റിയൽ സയോൺ ദേഷ്യം വരികയും കയ്യിലുണ്ടായിരുന്ന കുപ്പിയൊക്കെ എടുത്തിട്ട് വളർത്തച്ഛൻ്റെ തലക്കിട്ട് അടിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പാർക്കും വീടിന് വെളിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം തന്നെ കണ്ടിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.